എന്തേ കാണിക്കണേ? ചൊറിഞ്ഞിട്ടേ. അത് പഴുത്തിരിക്കാണ് ഈ കോല് വെച്ചാണ് കുത്തണേ. ഇതൊന്നും ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് കുട്ടിയെ. എന്താ അച്ഛ അതിൽ തൊടാതിരിക്കുന്ന. ഡോക്ടർ എന്താ പറഞ്ഞെന്ന് എന്താ പറയാത്ത? ഡോക്ടർ എന്താ പറഞ്ഞെന്ന് എനിക്കറിയാലോ. അത് വേണ്ട പോലെ ഞാൻ നോക്കിക്കോളാലോ. എന്നാണ് അവ ഈ മുറിയൊക്കെ മാറിയിട്ട് നല്ല മധുരമുള്ള ഒരു കട്ടൻ ചായ കുടിക്കാൻ പറ്റും? ഇനിയിപ്പോ മധുരമുള്ള കട്ടൻ ചായ കുടിക്കാനിട്ടാ. ഇവിടെ ഒരാള് പോയിട്ട് ഇപ്പൊ അതെ ഇവിടെ പോയോ എന്തോ. ആ മോളുടെ കോളേജിൽ കൊടുക്കണ്ട വരുമാന സർട്ടിഫിക്കറ്റ്. അത് മേടിക്കാന്നും പറഞ്ഞ് പോയേക്കണ. കൊണ്ടുവരോ ആവും. ഒരു കാര്യം ഉത്തരവാദിത്വം ഇല്ല. എന്ത് കാര്യം പറഞ്ഞാലും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ പിന്നെ സുഖമാണല്ലോ. ഇവിടുത്തെ കാര്യമൊക്കെ ഞാനാണല്ലോ നടത്തണേ. അതുകൊണ്ട് ഒരു വിഷയമില്ല. ഇപ്പൊ തന്നെ അച്ഛൻ്റെ ഈ കാല് ആശുപത്രി പോകണമെന്ന് എത്ര കൊണ്ടോ പറഞ്ഞ അവസാനം ഞാൻ തന്നെ വരേണ്ടി വന്നു. അല്ല അതെനിക്കറിയാം. ഞാൻ തന്നെയാണല്ലോ എപ്പോഴും ഇതൊക്കെ ചെയ്യണേ. കാര്യമില്ല. ഒരു കാര്യത്തിനും വരണ്ട. ചെയ്യാൻ പാടുള്ളൂ. വരണോ? അയ്യോ എന്തേലും നടന്നോ എന്തോ? ഒന്നും നടന്നതല്ല. മോളുടെ വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടിയാ? എവിടെ കിട്ടി? കൈമീശല്ല വന്നേക്കണേ. അതിന് ഞാൻ തന്നെ പോണ വെച്ചാ എനിക്കാനും വയ്യ. മുട്ട് നോക്കിട്ട് പോ. വല്ലാത്തൊരു ജന്മം. ഹലോ. ഇല്ല, ഞാൻ അവിടുന്ന് പോന്നു. അതെയാ? ഓക്കെ ഞാൻ വിളിക്കാം. എന്തായി മോളുടെ സർട്ടിഫിക്കറ്റ്? അത് കിട്ടിയില്ല. കിട്ടിയില്ല എന്നല്ല, പോയിണ്ടാവില്ല. അത് ഞാൻ തന്നെ പോയി മേടിക്കണം. പിന്നെ അച്ഛനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് നന്നായി. ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ നല്ലോണം കൂടിയുണ്ട്. പഴുപ്പ് കയറണമെന്നാ പറയണേ. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന്. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ല. കുറച്ച് സീരിയസ് ആണെന്നായിട്ടാ. ഹലോ. അയ്യോ, ഞാനത് പറ്റ മറന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ട് കാണാം. പിന്നെന്താ? ഞാൻ തോന്നു. ശരി ഓക്കെ. അപ്പൊ അച്ഛനെ എപ്പോഴാ കൊണ്ടുപോകണ്ടേ? അതെ, ഒരു അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണ്ട്. ഇതിനേക്കാൾ വലിയ അത്യാവശ്യം എന്താ? അച്ഛന്റെ അവസ്ഥ മോശമാണെന്ന്. വരാന്ന്, ഞാൻ ഒരു സ്ഥലം വരെ പോകേണ്ടതാണ്. പോരാ. എവിടേക്കാടാ? ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ പോവേ. അതെ എന്ത് കടത്താത്? സത്യ എന്താ പറ്റി? അല്ലാന്നും പറയണ്ട. എന്താ എന്താണ്ടായത്? എന്തായി പറയണം. ഉമ്മർത്ത് നിൽക്കുമ്പോ തല ഇറങ്ങിയൊരു വീഴ്ച. ഇവിടെ ഉള്ളതുകൊണ്ട് എന്നെ അടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞു. പക്ഷെ എന്തൊക്കെയോ കുഴപ്പമുണ്ട് സത്യ. ഇപ്പൊ പഴയതിലും ആശ്വാസമുണ്ട്. അതല്ലേ? ഇപ്പോഴും ഇതാ കുറച്ച് മുമ്പ് എനിക്ക് ഇവിടെ ഇങ്ങനെ മൊത്തം അങ്ങനെ കറങ്ങണ വരെ തോന്നുന്നു. അത് ഫാനിൽ നോക്കി കിടന്നിട്ടാണ്. അത് കറങ്ങിയല്ലേ. അതൊന്നും നോക്കണ്ട, കീപ്പോട്ട് നോക്കി കിടന്നാ മതി. കാലിനും കൈക്കൊക്കെ എന്തോ ഒരു തളച്ച പോലെ. ഇപ്പൊ ഇങ്ങനെ പറയണ്ടല്ല. രാഷ്ട്രീയം എന്തെങ്കിലും സംസാരിച്ചു നോക്കിയ സത്യേട്ടൻ ആൾ ഫുള്ള് പവറാവും. ഇനി പണ്ടത്തെ പോലെ ഒന്നും പറ്റൂല. കുഴപ്പമില്ലാന്ന്.
ഇനി പാർട്ടിയിൽ മുദ്രാവാക്യം വിളിക്കാൻ എനിക്ക് പറ്റണ്ട. ഇഷ്ടമുള്ളവർ അങ്ങോട്ട് പ്രയോജനപ്പെട്ട് കാര്യം. അതെ മൊയ്തുക്ക, ഇതിപ്പോ ഒരു പ്രശ്നമില്ല. അത് വെറുതെ നിങ്ങൾക്ക് തോന്നുകയാണ്. ഡോക്ടർ പറഞ്ഞാലും ഒന്നുമില്ലാന്ന്. പിന്നെന്താ? ഡോക്ടർ ഓളെ വിളിച്ച് എന്തോ കാര്യമായിട്ട് പറഞ്ഞിരിക്കണം. ഓളെന്തായി പറയുന്നില്ല. ഇത്തങ്ങാട് പോയി ഇത്തന്തേ ഓള് പാല് കൊടുക്കാൻ വേണ്ടി പോയതാ. അതെ, നിങ്ങളിപ്പോ ഇങ്ങനെ കടന്നു കഴിയുമ്പോ വീട്ടിലുള്ള ആൾക്കാരാണ് വിഷമിക്കുക അല്ലേ? ഇപ്പൊ ഭാര്യ ഇങ്ങോട്ട് വരുമ്പോ ഭാര്യയോട് എന്തെങ്കിലും തമാശക്ക് ഇങ്ങോട്ട് പറഞ്ഞിട്ട് അവരെ സന്തോഷിപ്പിക്കുക. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഇത്തിരി വിഷമം ഉണ്ട് എന്ന് വിചാരിച്ചാൽ നമ്മളത് പുറത്ത് കാണിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ വരുമ്പോഴല്ലേ വീട്ടുകാരൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായി വരിക. സത്യേട്ടന് അനുഭവം കൊണ്ട് പറയണേണ്. അങ്ങനെ അങ്ങോട്ട് ചെയ്യുക, അപ്പൊ തന്നെ എണീക്കും. സത്യ ഇങ്ങനെ കുറെ കാലമായിട്ട് പൊതുപ്രവർത്തനം നടക്കുകയായി. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ ഈ MLA ആയിട്ട് മത്സരിക്കണം. ഈ നാട്ടിലെ MLA ആണ്. അതൊന്നും ശരിയാവില്ല. സത്യേട്ടന് അതിന് അധികാരത്തിലൊന്നും താല്പര്യമില്ലല്ലോ. സഹജീവികളോട് കരുണയായിട്ട് പെരുമാറും. അല്ല, അങ്ങനെയുള്ള ആൾക്കാരാണ് നേതൃത്വ സ്ഥാനത്ത് വരേണ്ടത്. അതാ ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ 2 ആഴ്ചയായി കിടക്കണ്. കാര്യനോട് ചോദിച്ചു, ശരിയാ സത്യം. പാർട്ടിയിൽ ഒരാൾ ഇവിടെ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരു 10 പൈസ സഹായിച്ചിട്ടും മനുഷ്യൻ വന്നില്ല. എന്തോരം എനിക്ക് അതിനൊക്കെ തോന്നുള്ളൂ. മൊയ്തുക്കാക്ക് ഒന്നും പറ്റൂല. ഇനി എത്ര ലക്ഷം രൂപയുള്ള ചികിത്സയാണെങ്കിലും അത് സത്യേട്ടന്റെ നേതൃത്വത്തിൽ നമ്മൾ നടപ്പാക്കും. പിന്നല്ലാതെ ചികിത്സ കിട്ടാണ്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. എണീറ്റ് വരണമെന്നുണ്ടേ. അതെ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തത് നല്ലത് വല്ലതും കയ്യിലുണ്ടാ? അതിനാ അത് ചത്തുപോവുകയാണെങ്കിൽ നമുക്ക് ഫ്ലെക്സ് അടിക്കാം. ഇല്ലെങ്കിൽ മറ്റേ ഫണ്ട് പിരിവിന് ഫോട്ടോ വെക്കാമല്ലോ വക്കറ്റുമാ. എന്താ അല്ലെങ്കിൽ ഒരുപാട് പൈസ ആവശ്യം വരണമെങ്കിൽ നമുക്ക് പിരിവെടുക്കുമ്പോ ആ ഫോട്ടോ നോട്ടീസിൽ വെക്കാമല്ലോ. ബീവിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. അതൊക്കെ വാങ്ങിച്ചോളാം, ഞങ്ങൾ വാങ്ങിച്ചോളാം. സത്യ ഒരു ആഗ്രഹം എനിക്കുണ്ട്. എന്താണ്? എല്ലാ ആഗ്രഹവും നടക്കുന്നു. മയ്യത്തായാല് ഇന്നെ ഈ പെരയിൽ കിടത്തണ്ട. പാർട്ടി ഓഫീസിൽ ആ ബെഞ്ചിന് മേലെ കിടത്തിയാൽ മതി. കൊടിയും പോച്ച് കിടക്കണേ. അതിപ്പോഴായാലും പോയി കിടക്കാല്ല ബെഞ്ചിൽ കൊടിയും പോച്ച്. എന്തിനാ മരിക്കണത്? പാർട്ടി കഴിഞ്ഞിട്ട് എനിക്ക് കുടുംബം. ഹലോ, ഇല്ല തിരക്കൊന്നുമില്ല. പിന്നെന്താ പോവാ? ഇപ്പൊ പോവാലോ. ശരി. എവിടെ നിൽക്കണം? അവിടെ തന്നെ നിന്നോ. ഓക്കെ. അതേ, ആ മുരുകന്റെ മറ്റേ വീടിന്റെ പ്രശ്നം. അപ്പൊ അതിനാകെ കുടുക്കി നിൽക്കുക. അപ്പൊ അതൊന്ന് പോയി ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ചെയ്യണം. എന്നാ സത്യേട്ടൻ ചെല്ലി. അപ്പൊ വൈകുക, ഞാനങ്ങനെ ഇറങ്ങട്ടെ. നിങ്ങളെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു പ്രശ്നവും വരില്ല. ആ റിസൾട്ട് നോക്കൊണ്ട് വരട്ടെ.